മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സജീതൻ സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരു സ്കൂളിൻ്റെ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ MM സജീന്ദ്രൻ സർ, കോഴിക്കോട് ജില്ലയിലെ കുന്നത്ത് പാലത്താണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. ചരിത്രം, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ബിരുദാനന്തര ബിരുദം നേടി. 1981 മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ലക്ഷദ്വീപിൽ കോളേജുകൾ സ്ഥാപിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായും ഇദ്ദേഹം പ്രവർത്തിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും കേരള സാക്ഷരതാ സമിതിയുടെയും കലാജാഥകൾക്ക് വേണ്ടി നിരവധി നാടകങ്ങളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴ പുരസ്കാരം, ബോംബെ മലയാളി സമാജം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബാലസാഹിത്യം, കവിതകൾ, കുട്ടികൾക്കുള്ള നാടകങ്ങൾ എന്നീ മേഖലകളിലെല്ലാം മികവുറ്റ സൃഷ്ടികൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ആദരം ശ്രീ MM സജീന്ദ്രൻ അവർക്ക് സമർപ്പിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി HM-നെയും മൊമെന്റോ നൽകുന്നതിനായി പ്രിൻസിപ്പാളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ MM സജീന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യ അതിഥി ശ്രീ MM സജീന്ദ്രൻ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ തുടങ്ങി വെച്ചതുപോലെ ഒരു സ്കൂളിൻ്റെ 59ാം വാർഷികവും പിരിഞ്ഞുപോയ കുറച്ച് അധ്യാപകരെ ആദരിക്കാനുള്ള ചടങ്ങുകളാണ് ഇവിടെ. നമ്മുടെ സമൂഹത്തിൽ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വിദ്യാലയത്തിൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് താല്പര്യം കൂടി വരികയാണ്. ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അച്ഛനും അമ്മയൊന്നും സ്കൂളിലേക്ക് വരുന്ന പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കാണാൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർത്തത്. എന്താ ഗുണമെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. 1ാം ക്ലാസ്സിൽ ചേർത്താൽ പിന്നെ 10ാം ക്ലാസ് നമ്മൾ പൂർവ്വം നോക്കിയാൽ മതി. പിന്നെ പ്രീഡിഗ്രിക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. അതിൻ്റെ ഒരുപാട് തകരാറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ രക്ഷിതാക്കൾ വിദ്യാലയത്തിൽ ഇടപെടുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും വിഷയം എടുക്കാൻ ക്ലാസ്സിൽ അധ്യാപകരില്ലെങ്കിൽ അക്കാര്യം PTA മീറ്റിങ്ങിൽ പരാമർശിക്കാൻ, അധ്യാപകരെ കണ്ടെത്താൻ, പഠനം മെച്ചപ്പെടുത്താൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ വിദ്യാലയത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടൽ, പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ വളരെ ഗുണം ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ചില ദോഷങ്ങളും അത് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ സമൂഹത്തിലും വിദ്യാലയങ്ങൾ സാംസ്കാരികമായിട്ട് ഒരു തട്ട് ഉയർന്നിട്ടായിരുന്നില്ല. വിദ്യാലയങ്ങളോടൊപ്പം പൊതുസമൂഹം എത്തില്ല. വിദ്യാലയങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പോരുന്ന അപ്പോൾ പൊതുസമൂഹം പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നായിരിക്കും. കുട്ടികൾ ഉയർന്നാണ് നിൽക്കുക, രക്ഷിതാക്കൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ വിദ്യാലയങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ കുറേശ്ശെയായിട്ട് കാര്യങ്ങൾ പഠിക്കും. വളരെ പഴഞ്ചനായിട്ടുള്ള ആശയമായിരിക്കും ചില രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ലൈബ്രറി പുസ്തകം വായിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം മഞ്ഞയും ചുവപ്പും ഒക്കെ പൂക്കളെ കൊണ്ട് ഡിസൈൻ ചെയ്ത ചട്ടയുള്ള പുസ്തകം, അത് മുട്ടത്ത് വർക്കിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ MTയുടെയോ ഏതെങ്കിലും നോവലൊക്കെ വായിച്ചാൽ അടി കൊടുക്കാം. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പുസ്തകങ്ങളും നോവലൊക്കെ വായിച്ച ആൾക്കാർ പ്രേമിച്ച് കല്യാണം കഴിച്ചു ആകെ നാശമായി പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലൈബ്രറി പുസ്തകം ഞാൻ വായിച്ചത് എൻ്റെ സാമൂഹ്യ പാഠത്തിലും മലയാളത്തിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് വായിച്ചത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവരെന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് കുട്ടികൾക്ക്. ഒരു കാര്യം ചെയ്യേണ്ടെന്ന് നമ്മളോട് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മളത് ചെയ്തിരിക്കും. അതുകൊണ്ട് വായിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും SLC കഴിഞ്ഞതിന് മുമ്പ് വായിച്ചു തീർന്നു. അപ്പം ഞാൻ പറഞ്ഞ വിദ്യാലയങ്ങൾ മുകളിൽ നിൽക്കുകയും രക്ഷിതാക്കളും പൊതുസമൂഹവും പിറകിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പൊതുവെ ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താ സംഭവിക്കുന്നത്?
വിദ്യാലയങ്ങളുടെ എല്ലാ കാര്യത്തിലും രക്ഷിതാക്കളും പൊതുസമൂഹവും ഇടപെടുമ്പോൾ രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ചില തെറ്റായ ധാരണകൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നു. ചീത്ത വെള്ളം നല്ല വെള്ളത്തിലേക്ക് കലരുന്ന ഒരു അപകടകരമായിട്ടൊരവസ്ഥയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ നമ്മുടെ സ്കൂളിലെ പ്രൈമറി സ്കൂളുകൾ എടുത്തു നോക്കിയാൽ മിക്കവാറും എല്ലാ സ്കൂളിലും മലയാളം മീഡിയം എന്ന് പറയുന്നത് പേരിന് തൊട്ടുകൂട്ടാനുണ്ടാവില്ല. ഡിവിഷനൊക്കെ ഇംഗ്ലീഷ് മീഡിയം ആക്കി കഴിഞ്ഞു. എന്താ ഇംഗ്ലീഷ് മീഡിയം ആക്കിയത്? കുട്ടികളാരും പറഞ്ഞു ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം മതി, പഠിക്കാൻ അതാ എളുപ്പം അല്ല. രക്ഷിതാക്കൾ പറഞ്ഞാണ്. രക്ഷിതാക്കൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയിട്ടില്ലേ എൻ്റെ കുട്ടിയെ അപ്പുറത്തെ സ്കൂൾ കൊണ്ടുപോയി ചേർക്കും. അതാ വെല്ലുവിളി. അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പേടിച്ചിട്ട് അധ്യാപകർക്ക് പോസ്റ്റ് പോവാതിരിക്കാൻ ഒക്കെ പേടിച്ചിട്ട് പരമാവധി ഇംഗ്ലീഷ് മീഡിയമാക്കി മാറ്റുക. നമ്മുടെ സമൂഹത്തിലെ കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം വേറെ ഒരു മീഡിയത്തിലാക്കുന്നത്. ഫ്രഞ്ചിലാക്കിയാലും വേറൊരു ലാംഗ്വേജിലാക്കിയാലും ഇംഗ്ലീഷിലാക്കിയാലും ഒക്കെ കണക്കില്ല. അവർക്ക് വിദ്യാഭ്യാസം എന്നതിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പാഠപുസ്തകത്തിൽ കാണുന്ന ഈ സാധനം കാണാണ്ട് പഠിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സോഷ്യലൈസിങ് പ്രക്രിയയാണ്. സമൂഹത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കലാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് മനുഷ്യന്റെ സംസ്കാരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത ജ്ഞാനത്തിന്റെ കൂടെ നിൽക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കലാണ് വിദ്യാഭ്യാസം. ഗോർഡൻ ബി ചൈൽഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ചിന്തകൻ, അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്. നിങ്ങളൊരു പൂച്ചക്കുട്ടിയെ വഴിയിൽ നിന്ന് കിട്ടി നിൽക്കുക. പാണ്ടിക്കാട് അങ്ങാടിയിൽ നിന്ന് നിങ്ങൾക്കൊരു പൂച്ചക്കുട്ടിയെ കിട്ടും. ആ പൂച്ചക്കുട്ടിയെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി, ചോറ് കൊടുത്തു, പാല് കൊടുത്തു, മീൻ കൊടുത്തു. പൂച്ചകളുടെ സമൂഹവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ പോലും പൂച്ചക്കുട്ടിക്ക് യാതൊരു തകരാറും വരില്ല. അത് സാധാരണ പൂച്ചയെ പോലെ മ്യാവും മ്യാവും എന്ന് പറഞ്ഞ കരയും. നമുക്ക് വേറെ യാതൊരു വ്യത്യാസം മനസ്സിലാവില്ല. എന്നാൽ ഇതേപോലെ ഒരു മനുഷ്യന്റെ കുട്ടിയെ 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് പ്രസവിച്ച ഒരു മനുഷ്യന്റെ കുട്ടിയെ ഒരു കുരങ്ങൻ കൊണ്ടുപോയി കാട്ടിൽ വളർത്തിയാലോ മനുഷ്യരുടെ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആ കുട്ടി വർത്തമാനം പറയില്ല, ഒരു ഭാഷയും സംസാരിക്കില്ല, ആ കുട്ടി വസ്ത്രം ധരിക്കില്ല, ആ കുട്ടി ബസ് കയറില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല, ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. 40,000 വർഷങ്ങൾക്ക് മുമ്പാണ് അത്ര മനുഷ്യർ അഗ്നി കണ്ടെത്തിയത്. ആ കുട്ടി തീ ഉപയോഗിക്കില്ല. ഒറ്റയ്ക്കൊരു കുട്ടിക്ക് കാട്ടിൽ പോകപ്പെട്ടാൽ തീ കണ്ടെത്താൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ മനുഷ്യന്റെ സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ ആർജിച്ചിരിക്കുന്ന മുഴുവൻ വിജ്ഞാനവും ഒരു സോഷ്യലൈസിങ് പ്രക്രിയയിലൂടെ, ഒരു വിനിമയ സമ്പ്രദായത്തിലൂടെ കിട്ടേണ്ടതാണ്. അത് പാഠപുസ്തകത്തിൽ മാത്രമല്ല. നമ്മൾ ഇടപെടുന്ന ഓരോ മനുഷ്യരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ നമ്മൾ വിദ്യാഭ്യാസം ആർജിക്കാൻ ചെയ്യും. 2 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടക്കണം. അതിലൊരു കാര്യം നമ്മൾ സാധാരണ മാഷന്മാരും രക്ഷിതാക്കളൊക്കെ പറയുള്ളൂ. ഒന്നെന്താണ്? അനുസരണമാണ്. അനുസരണം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങളൊക്കെ പഴയ തലമുറയുടെ കയ്യിലാണല്ലോ ഉള്ളത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ അവരനുസരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? രണ്ടാമത്തെ കാര്യം ഇവരെ ധിക്കരിക്കലാണ്. അത് മാഷന്മാർ പറയില്ല, ടീച്ചർമാരും പറയില്ല. അവരെ ധിക്കരിക്കണം. എന്തിനാ ധിക്കരിക്കുന്നത്? ധിക്കരിച്ചിട്ടില്ലെങ്കിൽ 500 കൊല്ലം മുമ്പുള്ള കുട്ടികളെല്ലാ ആൾക്കാരും അന്ന് പറഞ്ഞ അധ്യാപകർ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാർ ഉണ്ടാവില്ല, ബസ് ഉണ്ടാവില്ല, ഇന്ന് നമ്മൾ കാണുന്ന യാതൊരു പുരോഗതി ഉണ്ടാവില്ല. അനുസരിക്കുമ്പോൾ എന്താ പ്രത്യേകത? എന്താണോ രക്ഷിതാക്കൾക്ക് അറിയാം, എന്താണോ അധ്യാപകർക്ക് അറിയാം, അത് മാത്രമല്ലേ പകർന്നു കിട്ടുള്ളൂ. അതിനെ ധിക്കരിക്കുമ്പോഴാണ് പുതിയ ജ്ഞാനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ധിക്കാരം മാത്രം മതിയോ? പോരാ. ധിക്കാരം മാത്രമാണെങ്കിൽ ഈ പഴയ കാര്യം നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതിന്റെ പരസ്പര വിരുദ്ധമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഒരേ സമയത്ത് അനുസരിക്കുകയും വേണം, അതേ സമയത്ത് ധിക്കരിക്കുകയും വേണം. ധിക്കാരികളായിട്ടാണ് കുട്ടികൾ വളരേണ്ടത്. അതിന് രക്ഷിതാക്കൾ എല്ലാ സ്ഥലത്തും ഇടപെട്ടാൽ നമുക്ക് ധിക്കരിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം മുമ്പ് വന്നൊരു റിപ്പോർട്ടാണ്. 5ാം ക്ലാസ്സിലെ ഒരു പാഠം. ആ പാഠത്തില് ഒരു പെൺകുട്ടിക്ക് ഫുട്ബോൾ കളിക്കണം. അപ്പൊ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ആൺകുട്ടികൾ സമ്മതിക്കില്ല. ഫുട്ബോളൊക്കെ അവരുടെ സാമ്രാജ്യമാണല്ലോ. ഫുട്ബോൾ ഗ്രൗണ്ടും ഫുട്ബോൾ കളിക്കലൊക്കെ ആൺകുട്ടികളുടെ സാമ്രാജ്യമാണ്. അതിനുവേണ്ടി ഒരു പെൺകുട്ടി ആവശ്യം ഉന്നയിക്കുകയും അത് ചർച്ചയായിട്ട് വരികയും അങ്ങനെ പെൺകുട്ടികൾക്കും കൂടെ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്ന ഒരു പാഠമാണ്, ഒരു ലെസൺ. അതൊരു സ്കൂളിൽ പ്രോസസ് ചെയ്തപ്പോൾ
അവിടുത്തെ PTA പറഞ്ഞു ഈ പാഠം പഠിപ്പിക്കാനാണ് എൻ്റെ കുട്ടിയെ ഇവിടെ ചേർക്കൂല. എൻ്റെ കുട്ടിയെ ഇവിടെ ചേർക്കൂല, കാരണം ആണും പെണ്ണും തുല്യമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ പാഠപുസ്തകത്തിൽ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ ഇവിടെ ചേർക്കില്ല. ഇത്ര പ്രതിലോമകരമായിട്ട് രക്ഷിതാക്കളുടെ സമൂഹവും പുറത്തു നിൽക്കുന്ന പൊതുസമൂഹവും വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് ഇടപെട്ട് തുടങ്ങിയ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവരെ കുറച്ച് അകറ്റി നിർത്തേണ്ട കാലമായിരിക്കുന്നു. പക്ഷെ അത് നടക്കില്ല. നടക്കുന്ന കാര്യം എന്താണ്? അവരെ കൂടെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ പാഠപുസ്തകം കൊണ്ടുവരുമ്പോൾ ഈ അധ്യാപകർക്ക് മുഴുവൻ പരിശീലനം കൊടുക്കും. അത് SRG, DRG തട്ട്, ക്ലസ്റ്റർ തട്ട്, താഴെ തട്ടിൽ വരെ പരിശീലനം കൊടുക്കും. ആ പരിശീലനം രക്ഷിതാക്കളിലേക്കും കൂടെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഗർഭിച്ച് സംസാരിക്കുന്ന ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിണറായിയിൽ വെച്ചിട്ട് പ്രീ സ്കൂളിൻ്റെ ഒരു പരിശീലനം നടക്കണം. അപ്പോൾ പ്രീ സ്കൂളിലെ കുട്ടികൾക്ക്, സ്കൂളിൽ എത്തുന്നതിന് മുമ്പുള്ള കുട്ടികൾക്കുള്ള പരിശീലനം നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വർക്ക് കൊടുത്തു. KT രാധാകൃഷ്ണൻ മാഷിന് നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമുണ്ടാവും, പരിഷത്തുകാർക്കൊക്കെ പരിചയമുണ്ട്. KTR ഉണ്ട്. അതുപോലെ ഡോക്ടർ TP കലാധരൻ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കലാധര മാഷുണ്ട്. അപ്പൊ ഞങ്ങൾ കൊടുത്ത വർക്ക് എന്ന് വെച്ചാൽ കടലാസ് എടുത്തിട്ട് പെന്നുകൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാം. ഇഷ്ടംപോലെ കുത്തി വരയ്ക്കാം, കുറെ വരയ്ക്കാം. കുത്തി വരച്ച് കുറെ ദളങ്ങളുണ്ടാവും ഇങ്ങനെ വരച്ചാൽ. എന്നിട്ട് അവർക്ക് ക്രയോൺസ് കൊടുത്തിട്ട് ആ ക്രയോൺസ് കൊണ്ട് ഈ ദളങ്ങൾക്കുള്ളിൽ ഓരോ നിറം കൊടുക്കാനാണ് അസൈൻമെന്റ് കൊടുത്തത്, പറഞ്ഞു. അപ്പൊ വരയുടെ പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നിറം കൊടുക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടിയിരിക്കുന്ന കുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ കുട്ടികളെ സഹായിച്ചിട്ട് ഈ കടലാസ് വാങ്ങിച്ചിട്ട് അവർ നിറം കൊടുക്കണം. നമ്മളെ മിക്കവാറും എല്ലാ സ്കൂളിലും നടക്കുന്നുണ്ടോ? ഒരു വണ്ടിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞാൽ അച്ഛനും അമ്മയും രാത്രി ഉറക്കൊഴിച്ചിരുന്നിട്ട് വീട്ടിൽ നിന്ന് വണ്ടിന് ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? കുട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി. കടലാസ് മുറിക്കുന്നു, ഒട്ടിക്കുന്നു, ഇതൊക്കെ അച്ഛനും അമ്മയും കൂടെ ചെയ്തു കൊടുത്ത് കുട്ടിയെ പെർഫെക്റ്റ് ആയിട്ട് സ്കൂളിൽ പറഞ്ഞേക്കാം. എന്തിനാണ് കുട്ടിയെ വണ്ടിനുണ്ടാക്കാൻ പറയുന്നത്? കുട്ടിയോട് എന്തിനാണ് ഇങ്ങനെ ദളങ്ങളിൽ കൃത്യമായിട്ട് മഷി കൊണ്ട് ക്രയോൺസ് കൊണ്ട് നിറം കൊടുക്കുന്നു കുട്ടിയോട് പറയുന്നത് കുട്ടിക്ക് എഴുതാൻ പറ്റണമെങ്കിൽ കുട്ടിയുടെ സൂക്ഷ്മപേശികളുടെ ചലനം കൃത്യമാവണം. അപ്പൊ അതിന് കുറെ ഇങ്ങനെ കുട്ടി ഒരു വരച്ച് തെറ്റിപ്പോവാതെ നിറം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിപ്പോവും. പക്ഷെ കുറെ പ്രാവശ്യം ചെയ്താൽ അവരുടെ മനസ്സും ഈ മാംസപേശികളും കൂടെ ഒരു പ്രത്യേക തരത്തിലേക്ക് സമന്വയിച്ചു കൊണ്ടുവരും. അതൊരു പരിശീലനമാണ്. എഴുതാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ വായിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പരിശീലനമാണ് കുട്ടി വരച്ചിട്ട് ദളങ്ങൾ കൂടി നിറം കൊടുക്കാൻ പറയുന്നത്. അത് കുട്ടിയുടെ ഒരു ശേഷി വികസിപ്പിക്കാനാണ്. അച്ഛനും അമ്മയും കൂടെ ചെയ്തു കൊടുത്താൽ കുട്ടീന്റെ ശേഷി വികസിക്കുമോ? ഇല്ല. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ അന്ന് രക്ഷിതാവ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, സാർ പറയുന്നതൊക്കെ ശരി, പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു കുട്ടി വേറെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടില്ലേ? അതാണ്. ഒരു കുട്ടി നന്നായിട്ട് വരച്ചു കൊണ്ടുവന്നു, ആ കുട്ടിക്ക് നിങ്ങൾ 100-ൽ 100 മാർക്ക് കൊടുക്കില്ലേ? ഇത് എന്റെ കുട്ടി മോശമായി കഴിഞ്ഞാലോ ആ കുട്ടിക്ക് മാർക്ക് കുറയില്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? കുട്ടിയുടെ ശേഷി വർദ്ധിപ്പിക്കാനാണ്, വികസിപ്പിക്കാനാണ്. നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ട് പോയി? മാർക്ക് കിട്ടാൻ വേണ്ടിയാണെന്നുള്ള തരത്തിലേക്ക് പോയി. അപ്പൊ മാർക്ക് കിട്ടാൻ കുട്ടി തന്നെ ചെയ്യേണ്ട, വേറെ ആരെങ്കിലും ചെയ്താലും മതി എന്നുള്ള തരത്തിലെത്തും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ പാഠത്തിന്റെയും പിറകിലുള്ള പഠന ലക്ഷ്യങ്ങൾ എന്താണെന്ന് അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രക്ഷിതാക്കളെ പരിശീലിപ്പിക്കണം. ഞങ്ങളൊരു 1-ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ പുസ്തകം തയ്യാറായപ്പോൾ അതിന് ട്രൈ ഔട്ടിന് വേണ്ടിയിട്ട് പറവൂർ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ട്രൈ ഔട്ടിന് വിളിച്ചു വരുത്തിയിരിക്കുന്നത് നഴ്സറിയിലെ ലാസ്റ്റ് ബാച്ച് കുട്ടികളെയാണ്, പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് എൻ്റെ കൂടെയുള്ള സീനിയേഴ്സ് മാഷുണ്ട്. മാഷ് നമ്മുടെ ഈ പരിപാടിയുടെ പേര് ബോർഡിൽ എഴുതി. നഴ്സറിയിൽ നിന്ന് വന്ന എല്ലാ കുട്ടികളും ഇത് വായിക്കണം. ഏത് ബോർഡിൽ എഴുതിയ സാധനം എന്ന് വെച്ചാൽ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അക്ഷരം ഇവരെ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷേ നിർബന്ധമായിട്ടും പ്രീ സ്കൂൾ കഴിഞ്ഞ കുട്ടികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പാട്ട് പാടിക്കൊടുത്താൽ അത് ഏറ്റുപാടാൻ പറ്റണം. ഒരു സ്ഥലം ഒരു കാര്യം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അത് അഭിനയിക്കാൻ പറ്റണം. ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അത് സ്വതന്ത്രമായിട്ട് വരയ്ക്കാൻ പറ്റണം. ഇതൊന്നും ആ കുട്ടികൾ ചെയ്യുന്നില്ല. അവർക്ക് പക്ഷേ എഴുതാൻ അറിയാം. എന്താ കാരണം? നമ്മളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നഴ്സറിയിലെ ടീച്ചറെ നമ്മൾ ഭീഷണിപ്പെടുത്താണ്, 1 മാസമായില്ലേ ഒന്നും പഠിച്ചില്ലല്ലോ. അപ്പൊ ടീച്ചറുടെ മുമ്പിൽ വലിയ വെല്ലുവിളി വരികയാണ്. 1 മാസമായി 2 മാസമായി അക്ഷരം പഠിപ്പിച്ചാലേ പഠിക്കലാവൂ എന്ന് രക്ഷിതാവ് ധരിച്ചിരിക്കുന്നു. ആ ധാരണ അനുസരിച്ച് നമ്മുടെ പ്രീ സ്കൂളിലെ, അംഗൻവാടിയിലെ, പ്രീ സ്കൂളിലെയും നഴ്സറി സ്കൂളിലെയും അധ്യാപകർ അതിനെ ഇടപെടുന്നു.
പ്രീ സ്കൂളിൽ വെച്ച് കുട്ടിക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിയാൽ മാത്രമേ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ പഠനം മുന്നോട്ട് പോവുള്ളൂ. കുട്ടി ചിത്രം വരയ്ക്കേണ്ട സമയത്ത് ചിത്രം വരച്ചാലേ അക്ഷരങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ചിത്രം വരയ്ക്കുന്നത് വെറുതെ അല്ല, താളത്തിൽ പാട്ട് പാടുന്നത് വെറുതെ അല്ല, അഭിനയിക്കുന്നത് വെറുതെ അല്ല. ഇതൊക്കെ വിദ്യാഭ്യാസ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ വളരെ വിശാലമായിട്ടുള്ള ഓരോ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ പാഠങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 1ാം ക്ലാസ്സിലെ നിങ്ങളുടെ ആരെങ്കിലും കുട്ടിക്ക് 1ാം ക്ലാസ്സിലുണ്ടെങ്കിൽ മനസ്സിലാവും. 1ാം ക്ലാസ്സിലെ ആദ്യം തന്നെ അവരെ കേൾപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. ദേശാടകരാം കിളികൾ ഒരിക്കൽ പറന്നു വന്നു നാട്ടിൽ, വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ, മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു, തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി. ദേശാടന പക്ഷികൾ വരുന്നു, നമ്മുടെ നാട്ടിലെ കിളികൾ അവർക്ക് ഒരു മരം, അവർക്ക് പഴങ്ങളൊക്കെ നൽകുന്നു. ഉടനെ നമ്മുടെ നാട്ടിലെ ചില കിളികൾ വന്നിട്ട് അവരെ ആട്ടി ഓടിക്കാണ്. ദേശാടകർക്ക് ഇവിടെ സ്ഥലമില്ല, അങ്ങ് പോയിക്കൊള്ളുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വേറെ ചില കിളികൾ വന്നിട്ട് പറഞ്ഞാണ്, ദേശം അത് ഏതായാലും നമ്മൾ പറവകൾ എന്നത് നേര്, അവരും കൂടെ ഇവിടെ അവകാശപ്പെട്ടവരാണെന്ന് പറയുന്നത്. ഇത് ഒരു പാഠത്തെ ഈ പാട്ട് പാടിക്കൊണ്ടാണ് കുട്ടി 1ാം ക്ലാസ് ആരംഭിക്കുന്നത്. വിശാലമായ മനുഷ്യ സ്നേഹത്തിന്റെ കഥ കൂടി ഇതിൽ കുട്ടി അറിയാതെ പഠിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് 845 ഭാഷയുണ്ട്. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായ മതക്കാരുണ്ട്, വ്യത്യസ്തമായ ഭാഷയുണ്ട്, വ്യത്യസ്തമായ ആചാര രീതികളുണ്ട്, വ്യത്യസ്തമായ ഭക്ഷണ രീതികളുണ്ട്. ഇവയൊക്കെയാണെങ്കിലും നമ്മൾ ഒരു ജനതയാണ്. ആ ലെസൺ കുട്ടിക്ക് 1ാം ക്ലാസ്സിൽ കിട്ടണം. അത് കുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത്തരം ഒരു പാട്ടിലൂടെ ദേശം അതേതായാലും നമ്മൾ പറവകൾ എന്നത് നേര് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഭാവിയിലേക്കുള്ള പഠനത്തിന്റെ പ്രക്രിയയിലൊക്കെ കുട്ടിയുടെ മനസ്സിൽ ഈ വരികൾ ഓർമ്മിക്കും. ഇങ്ങനെ ഓരോ ലെസൺ, ഓരോ പാഠവും കുട്ടിക്ക് പക്ഷിയെ പരിചയപ്പെടുത്താൻ, കുട്ടിക്ക് പൂക്കളെ പരിചയപ്പെടുത്താൻ, അതിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. അത് രക്ഷിതാക്കളും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 1ാം ക്ലാസ്സിലെ വേറൊരു പാട്ടാണ്. അത്തമ്പത്തിനു പൊന്നോണം എത്ര നിറത്തിൽ പൂവേണം, ആരു പൂവ് പറിക്കേണം, ഏതു പൂവ് പറിക്കേണം. അടുത്ത വരി, കാക്ക പൂവ് പറിച്ചാൽ പോരാ, കാക്കപ്പൂവ് പറിക്കേണം. എന്താ വ്യത്യാസം? കാക്ക പൂ പറിച്ചാൽ പോരാ, കാക്കപ്പൂ പറിക്കണം എന്ന് പറയുന്നത് വ്യാകരണത്തിന്റെ ഒരു നിയമമാണ്. 1ാം ക്ലാസ്സിലെ കുട്ടിയോട് നിങ്ങൾ ദ്വിത്വസന്ധി പാലിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ കാക്ക പൂ പറിക്കുന്നതും കാക്കപ്പൂ പറിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ വ്യാകരണം കുട്ടി പോലും അറിയാതെ കുട്ടിക്ക് വ്യാകരണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു പാട്ടിങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഓരോ പാഠങ്ങളും പ്രത്യേകമായിട്ട് ലക്ഷ്യത്തോടെയാണ്. അപ്പൊ നമ്മൾ പലഹാരത്തെ പരിചയപ്പെടുത്തുന്നത്. താനാരം താനാരം തകതാനാരം താനാരം, താനാരം താനാരം തകതാനാരം താനാരം. കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ടേ, മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുണ്ട്. മഴവില്ലിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. മിഠായി തെരുവിൽ കൂടെ നടന്നു നോക്കിയാൽ കാണാൻ പറ്റും ഹൽവ നിരത്തി വെച്ച്. മഴവില്ലിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. രുചിയ നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക്. ആ വാക്കുകളുടെ അതിങ്ങനെ വെച്ചിരിക്കുന്നു നോക്കിയേ. നിറമധികം രുചിയതിലധികം. അതായത് തായും ധായും എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ള സംശയം എപ്പോഴും കുട്ടികൾക്ക് വരും. തായും രഥത്തിൽ ഈ 4 അക്ഷരങ്ങൾ എങ്ങനെയാ ഉച്ചരിക്കുക എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ വരും. അതിനെന്താണ് എളുപ്പ വഴി? എന്താണ്? ഈ അക്ഷരങ്ങൾ മാറി മാറി വരുന്ന പാട്ടുകൾ, പ്രയോഗങ്ങളൊക്കെ ആവർത്തിച്ച് ചൊല്ലിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക് അതിമധുരം. അങ്ങനെ തന്നെ പറഞ്ഞാൽ ധായുടെ ഉച്ചാരണം കിട്ടും, തായുടെ ഉച്ചാരണം കിട്ടണം. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ പാഠം ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ള ആര് മനസ്സിലാക്കണം? അധ്യാപകർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ ലെസനും ഓരോ പാഠങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സന്ദേശം രക്ഷിതാക്കളിലേക്ക് എത്തേണ്ടതുണ്ട്. രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ അധ്യാപകരുടെ വേറെ ഒരു തലമുറയായിട്ട് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
പിരിഞ്ഞു പോകുന്ന അധ്യാപകരാരും യഥാർത്ഥത്തിൽ പിരിഞ്ഞു പോകുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാൻ അവകാശമില്ല. അതാണ്, അവർക്ക് പിരിഞ്ഞു പോകാൻ അവകാശമില്ല. ഇപ്പൊ ഞാൻ 2012 റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ പോലും ഇന്നിപ്പോ ഞാൻ ഇനി ഇവിടുന്ന് വണ്ടിയെടുത്ത് പാലക്കാടേക്ക് പോകണം. നിരന്തരം യാത്ര ചെയ്യുകയും നിരന്തരം രക്ഷിതാക്കളോടും അധ്യാപകരോടും സംസാരിക്കുകയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റിട്ടയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല, നാട്ടുകാർക്കും ഒക്കെ തോന്നിയാൽ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നല്ല അധ്യാപകർക്ക് ഒരിക്കലും പിരിഞ്ഞു പോകാൻ സാധിക്കില്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠനത്തിൽ കുറച്ചൊക്കെ പിറകു നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അവരെ കൂടെ കൈപിടിച്ച് ഉയർത്താനും നടത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഈ സ്കൂളിന്റെ ചുറ്റുമുള്ള അധ്യാപകരുടെ ഒരു വലിയ ശ്രേണി ഉണ്ടല്ലോ, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഞാനും അവരും ഒക്കെ എന്ത് വാങ്ങിക്കുന്നുണ്ട്? പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. നമ്മൾ ജോലി അവസാനിപ്പിച്ചെങ്കിൽ പോലും നമ്മൾ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരാണ്. സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള മനോഹരമായിട്ടുള്ള പദ്ധതികൾ PTA-യും നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികളും ജില്ലാ പഞ്ചായത്തും പോലെയുള്ള സമിതികളൊക്കെ ഉണ്ടാക്കിയാൽ ഈ വിരമിച്ചു പോകുന്ന അധ്യാപകരെ കൂടി നമുക്ക് നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ സാധാരണ ഇപ്പം റിട്ടയർമെന്റ് എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായ കാര്യമാണ്. കാരണം 35-40 വയസ്സ് വരെ നമ്മൾ പഠിക്കുകയും എപ്പം ചോദിച്ചാൽ ഡോക്ടറേറ്റിനാണ് അല്ലെങ്കിൽ പഠിക്കുകയും അത് കഴിഞ്ഞ് 57 വയസ്സ് കഴിഞ്ഞാലോ നമ്മൾ റിട്ടയർ ആയി. അപ്പൊ നമ്മൾ മിക്കവാറും സമയത്ത് നമ്മൾ കുട്ടികളാണ്, സമൂഹത്തിന്റെ കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ 10-15 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയസ്സന്മാരുമാണ്. നമ്മുടെ യൗവനം എന്ന് പറയുന്നത് ചുരുങ്ങി വരികയാണെന്ന് അർത്ഥം. ആദ്യം പറഞ്ഞ 10-35 കൊല്ലക്കാലം സമൂഹമാണ് നമ്മളെ പോറ്റുന്നത്. രക്ഷിതാക്കളായിരിക്കാം, അവർ ചെലവിൽ നിന്നിട്ടാണ് ഈ പഠിക്കുന്നതും ഡോക്ടറേറ്റ് എടുക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് 57 വയസ്സ് കഴിഞ്ഞാലോ പിന്നെ സമൂഹമാണ് നമ്മളെ പോറ്റേണ്ടത്, പെൻഷൻ തന്നത്. ഇത് ഒരു സമൂഹത്തിനും ഏറ്റെടുക്കാൻ സാധിക്കാത്ത വലിയ ഒരു സംഘർഷവും ഒരു പ്രശ്നവുമാണ്. വലിയ ദുരന്തത്തിലേക്ക് ഇത് പോകാനുള്ള ഇടയുണ്ട്. അതിന്റെ പരിഹാരത്തെ കുറിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ ശരിയായ ഒരു രീതിയല്ല. എന്തായാലും ഒരു സമൂഹത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്നതല്ല ഇത്രയും ബാധ്യത. അതിനനുസരിച്ചുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 57 വയസ്സ് കഴിഞ്ഞ് വിരമിച്ചു പോയാലും ആരോഗ്യമുള്ള ആളുകൾക്ക് 80 വയസ്സ് വരെയോ 85 വയസ്സ് വരെയോ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വിരമിച്ചിട്ടില്ല എന്നൊരു തോന്നലോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഞാനിപ്പോ പെൻഷനേഴ്സിന്റെ മീറ്റിംഗ് ഒന്നും വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം ഇവരുടെ പായാരും പറ്റില്ല, ഇവരുടെ കരച്ചിൽ ഞങ്ങളെ ആരും നോക്കുന്നില്ല, മറ്റൊരാൾ ഇവരിങ്ങനെ ആൾക്കാർ മുഴുവൻ നോക്കാൻ നിൽക്കുകയാണ്. കുട്ടികളെ നോക്കുന്നില്ല, മറ്റവരെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കരച്ചിൽ പറയാനേ ഇവർക്ക് സമയം ഉണ്ടാവും. അതുകൊണ്ട് വയസ്സന്മാർ വിളിച്ച ഒരു മീറ്റിംഗും ഞാൻ പോകാറില്ല. കാരണം ഞാനൊരു വയസ്സനാണെന്ന് ഞാൻ എന്നെ അംഗീകരിച്ചില്ല. എൻ്റെ ഷർട്ടൊക്കെ കണ്ടാൽ കിട്ടാതെ മനസ്സിലാവും. ഞാനൊരു വയസ്സനായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എൻ്റെ വയസ്സന്മാരുടെ യോഗത്തിൽ ഞാൻ പോകാറില്ല. അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അധ്യാപകരോട് എനിക്ക് പറയാനുള്ള കാര്യം, ദയവ് ചെയ്ത് വയസ്സായി പോകരുത് എന്നാണ് പറയാനുള്ളത്. എല്ലാ ആളുകൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കലാപരിപാടികളൊക്കെ കുറേ നടക്കാനുള്ള വേദിയാണ്. അതുകൊണ്ട് എല്ലാ ആശംസകളും.